ഈ ബുദ്ധി കൂടിയ ആൺകുട്ടിക്ക് അപ്രതീക്ഷിതമായി എന്തിനേയും മുറിക്കാൻ കഴിയുന്ന ഒരു കത്തി ലഭിച്ചു. വായുവിനെപ്പോലും കീറി മുറിക്കാനും അതുവഴി ഒരു വാതിൽ തുറന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും സഞ്ചരിക്കാനും അതിന് കഴിയുമായിരുന്നു. ഒരിക്കൽ ഒരു കൂറ്റൻ വെള്ളക്കരടി മനുഷ്യരുമായി യുദ്ധം ചെയ്യുന്നത് അവൻ കണ്ടു. ആർക്കും അതിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനെ തടയാനായി കുട്ടി മുന്നോട്ട് വരികയും കരടിയെ ഒരു പോരാട്ടത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തു. അവൻ ജയിച്ചാൽ കരടി മനുഷ്യരെ വെറുതെ വിടണം എന്നതായിരുന്നു കരാർ. വെള്ളക്കരടി വെല്ലുവിളി സ്വീകരിച്ചു. എന്നാൽ പോരാട്ടം തുടങ്ങുന്നതിനു മുമ്പ് വാളുകൾക്കോ കുന്തങ്ങൾക്കോ തകർക്കാൻ കഴിയാത്തതും ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചതുമായ തന്റെ കവചം നീക്കം ചെയ്യാൻ കുട്ടി കരടിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ കരടിയെ ആക്രമിക്കുന്നതിനു പകരം കുട്ടി തന്റെ കത്തിയെടുത്ത് ആ കവചത്തെ അനായാസം മുറിച്ചുമാറ്റി. ഇത് കണ്ട വെള്ളക്കരടി യുദ്ധം ചെയ്യാൻ തുനിഞ്ഞില്ല. കുട്ടിയുടെ ആയുധം തന്റെ കരുത്തിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തമാണെന്ന് മനസ്സിലാക്കിയ കരടി പരാജയം സമ്മതിച്ചു. എന്നാൽ കുട്ടി കരടിയെ ഉപദ്രവിച്ചില്ല. പകരം കരടിയുടെ കുടുംബത്തെ മോചിപ്പിക്കാൻ അവൻ മനുഷ്യരോട് ആവശ്യപ്പെട്ടു. ആ നിമിഷം മുതൽ കരടി മനുഷ്യരെ ആക്രമിക്കുന്നത് നിർത്തുകയും ആ കുട്ടിയുടെ സുഹൃത്തായി മാറുകയും ചെയ്തു.